ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബനാന ചിപ്സാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടും രുചിയായിട്ടും പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബനാന ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടി 4 പച്ചക്കായാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നേന്ത്രക്കായ, ഏത്തക്കായ എന്നൊക്കെ പറയും. ഇനി നമുക്കിത് ഇതിൻ്റെ അറ്റം 2 കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചിപ്സ് തയ്യാറാക്കാനുണ്ടല്ലോ, ചിപ്സ് തയ്യാറാക്കാൻ കായ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വിളഞ്ഞ കായ തന്നെ തിരഞ്ഞെടുക്കണം. അന്നേരം ചിപ്സിന് നല്ല കളറായിരിക്കും. അതുകൊണ്ട് അറ്റം 2 ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിലോട്ട് കട്ട് ചെയ്തരുത്, ഈ തോട് മാത്രം ഇങ്ങനെ ഒന്ന് വരയിടണം. അന്നേരം പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. രണ്ട് 3 പോന്തണം ഇങ്ങനെ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇളക്കണം. കയ്യിൽ നമ്മൾ കായയുടെ തോടിളക്കുമ്പോൾ ഉണ്ടല്ലോ, കറ പറ്റാതിരിക്കാൻ കുറച്ച് ഉപ്പ് പുരട്ട, അല്ലെങ്കിൽ കുറച്ച് എണ്ണ പുരട്ട, ഓയിൽ തേച്ച് പിടിപ്പിച്ച്. ഞാൻ ഇപ്പം ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ അല്ലാതെ അങ്ങ് പൊളിച്ച് ചെയ്ത്. ഞാൻ വേണ്ട, ഇങ്ങനെ അറ്റം 2 കട്ട് ചെയ്യണം. എന്നിട്ട് ഈ വര നോക്കി ഇങ്ങനെ വരയിടണം, പോന്തണം. നാലെണ്ണവും നമ്മൾ തോടിളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ തോടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറുപയറുമായിട്ട് തോരൻ വയ്ക്കുക, അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുക, അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ. ആദ്യമേ തന്നെ നമ്മൾ തോടിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് വേണം നമ്മൾ തോടിളക്കാൻ. പിന്നെ ഇത് കഴുകേണ്ട ആവശ്യമില്ല. ഈ കായെന്ന് പറഞ്ഞാൽ തോടിളക്കി കഴിഞ്ഞാൽ കഴുകേണ്ട ഒരു ആവശ്യമില്ല. ആദ്യമേ നമ്മൾ കഴുകി തുടച്ച് വേണം വെച്ച് തോടിളക്കാനാണ്. അന്നേരം തോടും പിന്നെ കഴുകണ്ട, കായും കഴുകണ്ട. കഴുകരുത്, നനവ് പറ്റാതെ തന്നെ നമ്മൾ എണ്ണയിൽ പച്ചയ്ക്കാൻ ഇടുമ്പം നല്ല രീതിയിൽ പൊരിഞ്ഞ് നല്ല റെഡിയായി കിട്ടും. ഇഷ്ടമില്ലാത്തവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കളയാതിരുന്നാൽ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരൻ, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക ചെറിയ പീസുകളായിട്ട്. അതിന് ഞാൻ ഒരു സ്ലൈസറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഒരെണ്ണം എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പോൾ അത് വളരെ ചെറുതും വലുതുമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ, കട്ടർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കട്ട് ചെയ്തെടുക്കുക. സ്ലൈസർ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ പീസായിട്ട് വരും. നല്ല ഒരേ വലുപ്പത്തിൽ കിട്ടും. ഇതാകുമ്പം കൈ കൊണ്ടാകുമ്പം നല്ലപോലെ അറിയാവുന്നവരാണെങ്കിൽ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യുക. കൈ കൊണ്ട് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കുഴപ്പമുണ്ട്, വലുപ്പം ചെറുപ്പം വരും. ഒരേ അളവിൽ കിട്ടും ഇതാകുമ്പം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ദൂരെ പിടിക്കണം ഇങ്ങനെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ കൈ ചിലപ്പോൾ കൂടുതൽ അടുത്ത് വരുമ്പം കുറച്ചുകൂടെ നീട്ടി ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. കുറച്ച് ദൂരെ പിടിച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇത് ചെറിയ പീസായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിയും. പിന്നെ ബാക്കിയും കളയാൻ വേണേ കേട്ടോ. അതുകൊണ്ട് ഒരെണ്ണം നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ 2 എണ്ണം വീതമാണ് ഞാൻ പൊരിക്കുന്നത്, കട്ട് ചെയ്ത്. നിങ്ങൾക്കിത് പിന്നെ 2 എണ്ണം വീതം ഒന്നിച്ചിട്ട് വേണമെങ്കിലും പൊരിക്കുക, ഇതെല്ലാം കൂടി ഇട്ട് വേണമെങ്കിലും പൊരിക്കുക. ഞാൻ 2 എണ്ണം വീതം കട്ട് ചെയ്ത് പൊരിക്കുക. നാലെണ്ണം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കലക്കി വെക്കാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇടുക. 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല വിളഞ്ഞ കായ ആയതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ. അത് നിങ്ങൾ കളർ ആവശ്യത്തിന് ചേർക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ശരിയായ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്.
ഇങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ചിട്ട് നമുക്ക് കാ പൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട്. അല്ലാതെ മഞ്ഞപ്പൊടി ഉപ്പ് ഡയറക്റ്റ് ഇട്ടും നമുക്ക് വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. ഞാൻ അങ്ങനെയും ചെയ്യും കേട്ടോ. ചട്ടി അടപ്പേച്ച് എണ്ണ ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നാല് കായങ്ങ് അരിഞ്ഞു വെച്ചല്ലോ, ഇതിൽ പകുതി വീതം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വിതറി വേണം ഇട്ട് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പൊരിച്ച് കോരാൻ. ഒരുവിധം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കലക്കി വെച്ചേക്കുന്ന ഉപ്പും മഞ്ഞപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കളറും ഒക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്താൽ. കാ വറുത്തത് അല്ലെ ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണമെടുത്ത് പൊട്ടിച്ച് കാണിക്കാം. കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചിപ്സാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.